السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധ റമളാൻ ഷരീഫ് വിട പറയാൻ അടുത്താകുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സ് വേദനിക്കും. അതോടുകൂടെ പരിശുദ്ധ റമളാൻ ഷരീഫ് വിട പറയുമ്പോൾ യഥാർത്ഥ മുത്തഖീങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒലിക്കുകയും ചെയ്യും. റമളാൻ എന്ന് പറയുന്ന വലിയ ഒരു നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളായ നമുക്ക് നൽകി. അതിൻ്റെ ഉടനെ അള്ളാഹു നമുക്ക് നൽകുന്നത് പുണ്യമേറിയ മാസം വിട പറയുമ്പോൾ ആ ദുഃഖം അതോടുകൂടെ അതിൻ്റെ ഉടനെ അല്ലാഹു തആല വലിയ ഒരു നിഅമത്തും കൂടി നമുക്ക് നൽകുകയാണ്. അതായത് പരിശുദ്ധമായിരിക്കുന്ന ഷവ്വാലുൽ മുക്കറമിൻ്റെ തുടക്കം. ഷവ്വാൽ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ 10ാമത്തെ മാസമാണ്. ബഹുമാനപ്പെട്ട മുത്തബിയുസുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ ദുർർ മൻസൂർ സൂറത്തുൽ ബഖറ 185ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് 1-ാം വാല്യം 444 പറയുന്നു: ഇന്നമാ സുമ്മിയ ഷവ്വാലൻ ലിഅന്നഹു യശൂലു ദുനൂബ കമാ തശൂലു നാഖത്തു ദംബഹ. തീർച്ചയായും ഷവ്വാൽ എന്ന് പേരുള്ളത് കാരണം ദോഷങ്ങളെ അത് എടുക്കുന്നു. ഏതുപോലെ? ഒട്ടകം വാലിനെ എടുക്കുന്നത് പോലെ. അതായത് ദോഷങ്ങളൊക്കെ മാഫാകാൻ ഒരു കാരണമാണ് ഷവ്വാൽ മാസവും എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഷവ്വാലിനെ സംബന്ധിച്ച് പറയുകയാണ്. ഈ മാസം ഒരുപാട് നിലയ്ക്ക് ബഹുമാനിക്കപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതുകൊണ്ട് മുക്കറം എന്ന് ഷവ്വാലുൽ മുക്കറം എന്ന് പറയാറുണ്ട്. ഈ മാസത്തിൻ്റെ ഷഹറുൽ ഫിത്ർ എന്നും ഇതിനെ സംബന്ധിച്ച് പറയും. കാരണം 1-ാമത്തെ തീയതി മുഅ്മിനീങ്ങൾ ആഘോഷിക്കുന്ന ഈദുൽ ഫിത്ർ ആകാൻ ഈ മാസത്തിനിക്ക് ഒരു ശ്രേഷ്ഠത ലഭിച്ചിട്ടുണ്ട്. ഷവ്വാൽ 1-നാണല്ലോ ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ ആഘോഷം. അതോടുകൂടി ഹജ്ജിൻ്റെ മാസം കൂടിയാണ്. അഷ്ഹുറുൽ ഹജ്ജ് ഷവ്വാലും ദുൽഖഅദയും ദുൽഹിജ്ജയാണല്ലോ. ഷവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ 10 ദിനം ആണെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയുടെ കിതാബുൽ ഹജ്ജ് ബാബു ഖൗലില്ലാഹി തആല അൽ ഹജ്ജു അഷ്ഹുറു മഅലൂമാത്ത് 1-ാം വാല്യം 525ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല ഷവ്വാൽ മാസത്തിൻ്റെ തുടക്കമായ 1-ാമത്തെ ദിനം വലിയ ബറക്കത്തുള്ള രാവാണ്. ലൈലത്തുൽ ജായിസ എന്നാണ് ഷവ്വാലിൻ്റെ 1-ാമത്തെ രാവിൻ്റെ പേര്. സമ്മാനം, ഗിഫ്റ്റിൻ്റെ, പ്രസൻറ്റേഷൻ്റെ രാവ്. ഈ പുണ്യരാവ് ജനങ്ങൾക്കെല്ലാം ഒരുപാട് നിഅമത്തുകൾ നൽകുന്ന രാവാണ്. മാത്രമല്ല ഒരുപാട് നന്മകൾ നൽകപ്പെടുന്ന രാവാണ് ഈ ലൈലത്തുൽ ജായിസ. പ്രത്യേകമായി ആ രാത്രിയെ ഇബാദത്ത് കൊണ്ടും സൽക്കർമ്മങ്ങളെ കൊണ്ട് ഹയാത്താക്കേണ്ടതാണ്. കാരണം ഒരു ഹദീസിൽ കാണാം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾ പഠിപ്പിച്ചു: മൻ അഹ്യാ ലൈലത്തൈൽ ഈദൈനി അഹ്യല്ലാഹു ഖൽബഹു യൗമ തമൂത്തുൽ ഖുലൂബ്. ഇമാം ഇബ്നു മാജ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആരെങ്കിലും 2 പെരുന്നാൾ രാവുകൾ ഹയാത്താക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മനസ്സിനെ ഹയാത്താക്കും. എല്ലാവരുടെ മനസ്സ് മരിക്കുന്ന സമയം ലൈലത്തുൽ ഈദിനെ ഹയാത്താക്കിയ ആളെ മനസ്സ് ഹയാത്താവൂ എന്ന്, എല്ലാവരുടെ മനസ്സ് മരിക്കുന്ന ദിനം ലൈലത്തുൽ ഈദിനെ ഹയാത്താക്കിയ ആളുടെ മനസ്സ് അല്ലാഹു തആല ഹയാത്താക്കും എന്ന് ഇബ്നു മാജ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
ഇതിന്റെ ഉദ്ദേശം നജാത്തുഹു യൗമൽ ഖിയാമ അല്ലദീ തമൂതു ഫീഹിൽ ഖുലൂബ്, മനസ്സുകളൊക്കെ ചത്തുപോകുന്ന ഈ തഹ്ലിക്കു വലാ തഞ്ചു, നശിച്ചു പോകുന്ന, രക്ഷപ്പെടാത്ത ആ ദിനം ഖിയാമത്ത് നാളിൽ രക്ഷ ലഭിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിനെ ഹയാത്താക്കും എന്നതിൻ്റെ ഉദ്ദേശം എന്നും മാത്രല്ല വഹിഫ്ലുഹു മിൻ സൂഇൽ ഖാത്തിമ, മോശപ്പെട്ട മരണമില്ലാതെയാകും, അതിനെ തൊട്ട് സംരക്ഷണം ഉണ്ടാകും എന്നാണ് അതിൻ്റെ മഅന എന്ന് അൽ ബരീഖത്തു ശറഹു ത്വരീഖ, അതുപോലെ കൻസുൻ നജാഹി വസുറൂർ, അതുപോലെ മഫാത്തിഹുൽ ജിനാൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. ഏതായാലും സ്വർഗം നിർബന്ധമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 4 രാവുകൾ, അതുപോലെ 5 രാവുകൾ, മൻ അഹ്യൽ ലയാലിയൽ അർബഅ വജബത് ലഹുൽ ജന്ന, ലൈലത്തു തർവിയ വലൈലത്തു അറഫ വലൈലത്തു നഹ്രി വലൈലത്തുൽ ഫിത്ർ. ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു താരീഖ് മദീനത്ത് ദിമഷ്കിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ദൈലൈമാം ഫിർദൗസിലേക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 രാത്രികൾ ഹയാത്താക്കിയാൽ സ്വർഗം അവനിക്ക് നിർബന്ധമാകും. ഒന്ന് തർവിയത്തിന്റെ രാവ്, ദുൽഹിജ്ജ 8-ാം രാവ്, ലൈലത്തു അറഫ ദുൽഹിജ്ജ 9-ാം രാവ്, ലൈലത്തു നഹർ വലിയ പെരുന്നാൾ രാവ്, ലൈലത്തുൽ ഫിത്ർ ചെറിയ പെരുന്നാൾ രാവ്. ഈ 5 രാവുകളിൽ ഈ 4 രാവുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം നിർബന്ധമാക്കും ഹയാത്താക്കിയാൽ എന്നാണ് ഈ ഹദീസിലുള്ളത്. മാത്രമല്ല ദുആ തള്ളപ്പെടുകയില്ല. ഇതിന്റെ 1-ാമത്തെ രാവ്, അത് ചെറിയ പെരുന്നാൾ രാവിനിക്ക് അല്ലാഹു തആല ദുആക്ക് ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രാവുകളെ കൂട്ടത്തിൽ പെട്ടതാണ്. 5 രാവുകളിൽ ഒരു രാവ് ആണ് 5 രാവ്. അതുപോലെ 4 രാവ് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഹദീസ് ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ റളിയല്ലാഹു താരീഖ് മദീനത്ത് ദിമഷ്കിലും അതുപോലെ തർഗീബ് തർഹീബിൽ കിതാബുൽ ഈദൈൻ 2-ാം വാല്യം 62-ലൊക്കെ കാണാം. ദുആ ഏതായാലും തള്ളപ്പെടുകയില്ല. അതിൻ്റെ 1-ാമത്തെ രാവ് ദുആക്ക് ഉത്തരം കിട്ടും. 5 രാവുകളെ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ഈദുൽ ഫിത്റിന്റെ 1-ാമത്തെ രാവാണ് ആദ്യത്തെ രാവ് എന്ന് താരീഖ് ഇബ്നു അസാക്കിർ 10-ാം വാല്യം 408-ാമത്തെ പേജിൽ കാണാം. ഏതായാലും ഈദിന്റെ ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് ഹദീസുകൾ. പെരുന്നാൾ രാവ് കാണലോടുകൂടെ, പരിശുദ്ധ റമദാൻ ഷരീഫ് വിട പറഞ്ഞതോടുകൂടെ അവനിക്ക് ലഭിക്കുന്ന ഈദുൽ സഈദിന്റെ ആ രാവ് വലിയ മഹത്വമുള്ള രാവ്. ആ രാത്രിക്ക് ദുആക്ക് ഉത്തരം കിട്ടും. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, പെരുന്നാളായാൽ സുബീക്ക് അള്ളാഹുവിന്റെ മഅസൂമീങ്ങളായ മലായികത്തുകൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ സിറ്റികളിലേക്ക് അയക്കും. എന്നിട്ട് ആ മലക്കുകൾ വിളിച്ചു പറയും, ഉമ്മത്ത് മുഹമ്മദിയാക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകിയിട്ടുണ്ട് എന്നൊക്കെ വിശദമായ മഹത്വങ്ങളൊക്കെ പറയുമെന്നൊരു നീണ്ട ഹദീസ് ബഹുമാനപ്പെട്ട ഹാഫിൾ അബ്ദുൽ ഖയ്യിൽ മുൻദിരി റഹിമഹുല്ലാഹ് അത്തർഗീബ് തർഹീബ് 2-ാം വാല്യം 20-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല ദഖായിറുൽ ഖുർആൻ ഫി മവാഇദ് ഷഹ്ർ റമദാൻ, അതുപോലെ വസാലിമാം റഹ്മത്തുള്ളാഹിയുടെ മുകാശഫത്തുൽ ഖുലൂബ് ദഖായിറുൽ ഖുർആൻ 59-60 വിശദമായി പറഞ്ഞത് കാണാം. മലായികത്ത് പറയും, ഇഷ്ഹദു അന്നി ഖദ് ഗഫർതു ലഹും, അല്ലാഹു തആല മലക്കാട് പറയും, അവർക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് വിളിക്കപ്പെടുമെന്നൊക്കെ ഒരുപാട് ഹദീസുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. ഏതായാലും വലിയ മഹത്വമാണ്. മാത്രമല്ല ഇബ്ലീസ് വല്ലാതെ അട്ടഹാസിക്കുന്ന ദിനമാണ് പെരുന്നാൾ ദിനം. വസാലിമാം റഹ്മത്തുള്ളാഹി അലൈഹി മുകാശഫത്തുൽ ഖുലൂബ് 104-ാമത്തെ ബാബ് 308-ാമത്തെ പേജിൽ പറയുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു സൈനുദ്ദീൻ ജൂബാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദഖായിറുൽ ഇഖ്വാനി ഫി മവാഇദ് ഷഹ്ർ റമളാൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ പറയുന്നു, ഇബ്ലീസ് മൽഊന് പെരുന്നാൾ ദിനം ചെയ്യുന്ന അട്ടഹാസത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തുകയാണ്. ഇബ്ലീസ് മൽഊന് പെരുന്നാൾ ദിവസം വല്ലാതെ ബേജാറിലും ടെൻഷനിലായിരിക്കും. കാരണം ഉമ്മത്ത് മുഹമ്മദിയാക്ക് ഇന്ന് മാപ്പ് കൊടുക്കുന്ന ദിനമാണല്ലോ. ഉമ്മത്ത് മുഹമ്മദിയാക്ക് ഇന്ന് മാപ്പ് കൊടുക്കുന്ന ദിനമാണ് എന്ന് ഇബ്ലീസ് അട്ടഹാസിച്ച് കരയുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിലും അഹ്മദ് ഇബ്നു സൈനുദ്ദീൻ ജുബാനി റഹ്മത്തുള്ളാഹി അലൈഹി ദഖായിറുൽ ഇഖ്വാനിൽ പറയുകയാണ്. വഹബ് നബ്ബഹ് റളിയല്ലാഹു അൻഹു തൊട്ട് ഒരു ഹദീസ്, അന്ന ഇബ്ലീസ് അലൈഹി ലഅന യുസ്ബിഹു ഫീ കുല്ലി യൗമി ഈദിൻ ഫയജ്തമിഉ അഹ്ലുഹു ഇൻദഹു ഫയഖൂലൂന യാ സയ്യിദനാ മൻ അഗ്ളബക എന്നൊക്കെ ഇന്നാ നുകസ്സിറുഹു. ആ സമയത്ത് ഇബ്ലീസ് പറയും, ഇബ്ലീസിനോട് വന്നിട്ട്
അനുയായികളൊക്കെ പറയും, എന്തിനാണ് ഇന്ന് കരയുന്ന ദിവസമല്ലേ, നിങ്ങൾ എന്തിനാ കരയുന്നത്, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? അട്ടാസിക്കുമ്പോൾ ഇബ്ലീസിന്റെ അനുയായികൾ, ഇബ്ലീസിന്റെ മക്കൾ വന്ന് ചോദിക്കുമ്പോൾ ഇബ്ലീസ് പറയും, ലാ ഷൈഅ, ഒന്നുമില്ല, വലാകിന്നല്ലാഹ തആല ഖദ് ഗഫർതു ലിഹാദിഹിൽ ഉമ്മ, വലാകിന്നല്ലാഹ തആല ഖദ് ഗഫറ ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലേക്ക് അല്ലാഹു തആല മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫഅലൈക്കും അൻ തുശ്ഖിലൂഹും ബില്ലദ്ദാത്തി വശഹവാത്തി വശുർബിൽ ഖംർ, നിങ്ങൾ വേണ്ടാത്ത രസങ്ങളെ കൊണ്ടും ഒരുപാട് തോന്നിയാസങ്ങൾ കൊണ്ട് അവരെന്താണ് നിങ്ങൾ ജോലിയാക്കിപ്പിക്കണം, എങ്ങനെയെങ്കിലും നിങ്ങൾ അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കണം എന്ന് ഇബ്ലീസ് അനുയായികളോട് പറയുമെന്ന് ഒസാലിമാം റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അതായത് ഇബ്ലീസ് പറയും, ഇന്നത്തെ ദിവസം അല്ലാഹു തആല ഉമ്മത്ത് മുഹമ്മദിയാക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ദിവസം ഈ സമുദായത്തിന് പുറത്തു കൊടുത്തത് കൊണ്ട് നിങ്ങൾ അവരെ എങ്ങനെയെങ്കിലും അവരെ നിരോധിക്കപ്പെട്ട സുഖരസങ്ങളെ അതുപോലെ മദ്യപാനത്തിലും ജോലിയാക്കണമെന്നും അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു ഇബ്ലീസ് പറയും. അള്ളാഹു അവരെ കോപമുണ്ടാകുന്ന വിധത്തിൽ ശിക്ഷിക്കുകയും ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യിപ്പിക്കണം എന്ന് ഇബ്ലീസ് മൽഊന് അനുയായികളോട് പറയും. ഇന്നത്തെ പെരുന്നാൾ ദിനങ്ങളൊക്കെ കണ്ടാൽ ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നുണ്ട് എന്നും ഇബ്ലീസ് ഈ ഉദ്ദേശത്തിൽ പാസ്സായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്രക്കും തോന്നിയാസങ്ങളും പെരുന്നാളുടെ ഉദ്ദേശം തന്നെ റബ്ബിനെ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ പെരുന്നാൾ എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളും ആഘോഷിക്കുന്നു, സത്യനിഷേധികളും ആഘോഷിക്കുന്നു. മുഅ്മിനീങ്ങൾ ആഘോഷിക്കേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തത്തോടുകൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തോടു കൂടെയാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. മുസ്ലിമീങ്ങളായ ആളുകൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ആ വിധത്തിലാണ്. അപ്പോഴാണ് നമുക്ക് ഇരു വീട്ടിലും അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുക, വിജയം ലഭിക്കുക. അതുകൊണ്ട് പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഖൗഫ് കൊണ്ട്, അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് മുഹബ്ബത്ത് കൊണ്ട് നമ്മുടെ മനസ്സുകളെയും ഡെക്കറേഷൻ ആക്കണം. വെറും പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പുതിയ വസ്ത്രം ധരിക്കുന്നതിന്റെ പേരല്ല. മഹത്തുക്കൾ പറയുന്നു, ലൈസൽ ഈദു ലിമൻ ലബിസൽ ജദീദ ഇന്നമൽ ഈദു ലിമൻ ത്വആതുഹു തസീദ്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പുതിയ വസ്ത്രം ധരിക്കുന്നതിന്റെ പേര് മാത്രമല്ല. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ത്വആത്ത് കൂടുതലാക്കേണ്ട ദിനമാണ്. മാത്രമല്ല പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വകുല്ലു യൗമിൻ ലാ യൂസാ ഫീഹി ഫഹുവ ഈദുൻ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിവസം അത്ര നല്ലതല്ലാത്ത ഒരു പത്രി ഭക്ഷിക്കുന്ന സമയത്ത് ജനങ്ങൾ വന്ന് ചോദിച്ചു, ഇന്ന് പെരുന്നാൾ ദിനമായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള പത്രിയാണോ ഭക്ഷിക്കുന്നത്? ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നത്തെ പെരുന്നാൾ ഇന്നത്തെ പെരുന്നാൾ എന്ന് പറയുന്നത്, ഇന്ന് പെരുന്നാളാകുന്നത് നോമ്പ് സ്വീകരിക്കപ്പെട്ടവരുടെയും പ്രവർത്തനങ്ങൾക്ക് നന്ദി ചെയ്യപ്പെട്ടവർക്കും മാത്രമാണ്. ഇന്നത്തെ പ്രതിഫലം ലഭിച്ചവർക്ക് മാത്രമാണ് ഇന്ന് പെരുന്നാള്. എന്നാൽ പാപങ്ങൾ പൊറുക്കപ്പെട്ട, അതുപോലെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവർക്കാണ് ഇന്ന് പെരുന്നാള്. ഇന്ന് നമുക്ക് പെരുന്നാളാണ്, നാളെയും പെരുന്നാളാണ്. പാപങ്ങൾ ചെയ്യാത്ത എല്ലാ ദിവസവും നമുക്ക് പെരുന്നാളാണെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ. യഥാർത്ഥ തെറ്റുകൾ ചെയ്യാത്ത ദിനം പെരുന്നാളാണ്. വകുല്ലു യൗമിൻ ലാ യുസാ ഫീഹി ഫഹുവ ഈദുൻ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു അൽ ഗുനിയത്തുൽ ത്വാലിബി ത്വരീഖുൽ ഹഖ് 234 പേജിൽ പറയുകയാണ്. അതുകൊണ്ട് പെരുന്നാൾ എന്ന് പറയുന്നത് അള്ളാഹുവിനെ മറക്കരുത്, ആഖിറത്തിനെ മറന്നു പോകരുത്. ജോഷ് മേ ഹോഷ് ഖോന എന്ന നിലക്ക് റബ്ബിനെ മറന്നുകൊണ്ട്, ആഖിറത്തിനെ മറന്നുകൊണ്ട്, ജീവിതത്തിന്റെ ഒരു അവസാനമുണ്ട് എന്ന് മറന്നുകൊണ്ടിട്ടുള്ള ജീവിതം പറ്റില്ല. കാരണം ഏത് പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും നമുക്ക് ആ ആഘോഷം എങ്ങനെയാകണം? യഥാർത്ഥമായിരിക്കുന്ന ആഖിറത്തിന്റെ ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കണം നാം പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. അതാണ് മഹത്തുക്കളൊക്കെ പറഞ്ഞത്. പെരുന്നാൾ എന്ന് പറയുന്നത് പല വിധത്തിലുള്ള പെരുന്നാളുണ്ട്. ദുനിയാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആഖിറത്തിന്റെ യഥാർത്ഥ പെരുന്നാളുകൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പാപങ്ങളൊന്നും ചെയ്യാത്ത ദിവസമാണ് യഥാർത്ഥ പെരുന്നാള്. ഈമാനോടുകൂടെ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് അതോടുകൂടെ പിശാചിന്റെ ശൈത്വാനിന്റെയും ഷയാത്തീന്റെയും എല്ലാ ചതിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ദിനം, അതാണ് യഥാർത്ഥ പെരുന്നാള്. അതുപോലെ സിറാത്ത് എന്ന പാലം കടക്കുകയും ഖിയാമത്ത് നാളിന്റെ ആ ഭയാനകരമായ വിഷയത്തെ തൊട്ട് സുഖപ്പെടുകയും അതിനെ തൊട്ട് രക്ഷപ്പെടുകയും അങ്ങനെ സൽക്കർമ്മങ്ങളെ കൊണ്ട്
സമാനിയാക്കളായിരിക്കുന്ന മലക്കുകളെ തൊട്ടൊക്കെ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്ന ദിനമാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ. അതോടുകൂടെ നരകത്തിൽ നിന്ന് നിർഭയരായി അത് സ്വർഗത്തിൽ കടക്കുക, നരകത്തെ തൊട്ട് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ കടക്കുകയും ചെയ്യുക, ആ ദിനമാണ് യഥാർത്ഥ പെരുന്നാൾ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള ആ ലിഖാഇന്റെ ദിവസം, റബ്ബിനെ കാണണം എന്ന ദിവസം, അതൊന്ന് നമുക്ക് സന്തോഷകരമായി ലഭിക്കണം. അതാണ് യഥാർത്ഥ പെരുന്നാൾ. അപ്പോൾ ദുനിയാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ യഥാർത്ഥ പെരുന്നാൾ ഞങ്ങൾ മറക്കാൻ പാടില്ല. പാപങ്ങളൊന്നും ദോഷങ്ങളും ഇല്ലാത്ത ദിനമായി നമ്മുടെ ദിവസങ്ങളെ നമ്മൾ ആക്കി തീർക്കണം. അതുപോലെ മരിക്കുമ്പോൾ ഈമാൻ ലഭിക്കുന്ന വിധത്തിൽ മരണമുണ്ടാകണം. അതിന് ഈ ദിനമെല്ലാം നമുക്ക് ഉപയോഗപ്പെടണം. അതുപോലെ പിശാചിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ദിനമായി ഈ പെരുന്നാൾ ദിനങ്ങളെ നമ്മൾ ആക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സ്വർഗം ലഭിക്കുമ്പോൾ ലിഖാഇന്റെ ദിനം, അതോടുകൂടെ സബാനിയാക്കൾ, ഹുസമാക്കള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ആഖിറം ചിന്തിച്ചുകൊണ്ടുള്ള പെരുന്നാൾ ആഘോഷിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ നാം ചിന്തിക്കേണ്ടത് പെരുന്നാൾ ആത്മീയ ചിന്തകളെ കൊണ്ടായിരിക്കണം ആഘോഷിക്കേണ്ടതെന്നും പെരുന്നാൾ ദിനം ഖിയാമത്ത് നാളിനോട് തുല്യമായി കാണുകയും മാത്രല്ല ആ ദിവസം പ്രഖ്യാപനം കേൾക്കുമ്പോൾ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഓരോ ആയത്തുകളും ചിന്തിക്കേണ്ടതുണ്ട്. സൂറത്തുൽ മറിയം 85 യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫദാ. അതുപോലെ സൂറത്ത് മറിയം 86 വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. അതുപോലെ സൂറത്തുർ റൂം 14 വയൗമ തഖൂമുസ് സാഅതു യൗമ ഇദിൻ യതഫറഖൂൻ. സൂറത്തുശ് ശൂറാ 7 ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ് സഈർ. ഇങ്ങനെല്ലാം നമ്മൾ പെരുന്നാളുടെ യഥാർത്ഥ ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ട് യഥാർത്ഥ പെരുന്നാളുകളായ ഈ വിധത്തിലുള്ള പെരുന്നാൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതാ ഒരു ചരിത്രം. സ്വാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന, ഷെയ്ഖ് സ്വാലിഹി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാള് പെരുന്നാൾ ദിനം നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ കുടുംബത്തെയും കൂടെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ബഹുമാനപ്പെട്ട സ്വാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്ത പണി, മഹാനവരുകൾ ഇതാ തൻ്റെ കഴുത്തിൽ ചങ്കലിട്ട് കറയുകയാണ് ചെയ്യുന്നത്. ചങ്കല കൗത്തിലിട്ട് കാണ്ട് കറയുന്നു. ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്നു, ഇത് സന്തോഷത്തിന്റെ ദിനമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അഷേഖ് സ്വാലിഹ് മഹാനവറുകൾ മറുപടി പറഞ്ഞത്, അതെനിക്കറിയാം, ഇന്ന് സന്തോഷത്തിന്റെ ദിനമാണ്. പക്ഷേ എങ്കിലും ഞാനൊരു അടിമയല്ലേ. മഹാനവറുകൾ പറയാണ്, യാ സ്വാലിഹു ഹാദാ യൗമു ഫറഹിൻ എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട പറയാണ്, അറഫ്തു ദാലിക ലാകിന്നി അബ്ദുൻ അമറനി റബ്ബി അൻ അഅമല ലഹു അമലൻ ഫഅമിൽതു ഫലാ അദ്രി അഖബിലഹു അം ലാ. അതായത് ഞാനൊരു അടിമയാണല്ലോ, ഞാനൊരു അടിമയാണ്, എന്നോട് യജമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ജോലി ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഞാനത് ചെയ്തു. പക്ഷേ അതായത് നിസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ അത് സ്വീകരിച്ചോ ഇല്ലയോ എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആ സമയത്ത് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് മറ്റൊരു ചോദ്യം ചോദിക്കുന്നു. നിസ്കാര സ്ഥലത്തിന്റെ ഒരു അറ്റത്താണ് എപ്പോഴും മഹാനവറുകൾ നിൽക്കാറുള്ളത്, മധ്യത്തിൽ നിൽക്കാറില്ല. ചോദിക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് മധ്യത്തിൽ നിൽക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ മഹാനാ ഷെയ്ഖ് സ്വാലിഹ് റഹിമഹുല്ലാഹ് മറുപടി പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ റഹ്മത്ത് സ്ഥാപിച്ചു കൊണ്ടാണ് ഇവിടെ വന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത് സുആൽ ചെയ്തുകൊണ്ട്, യാചിച്ചുകൊണ്ട്, ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് സായിലിന്റെ, യാചകന്റെ സ്ഥാനം എവിടെയാണ്? ഈ സ്ഥലത്താണ്. ജിഅ്തു സായിലൻ ലിർറഹ്മതി വഹാദാ മജ്ലിസു സായില്. ഞാൻ റഹ്മത്തിനെ ചോദിക്കുന്നവനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ചോദിക്കുന്ന ആളുടെ മജ്ലിസാണ് എന്ന് പറഞ്ഞ സംഭവം സുബ്ദത്തുൽ വാഇലിൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ഇദ്രീസ് ഇബ്നു യഹ്യ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു പെരുന്നാൾ ദിവസം ഞാൻ അബൂ അബ്ബാദുൽ ഖവാസ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ മഹാനവറുകൾ സ്വയം വിലപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാത്ത കരച്ചിലാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. എന്നോട് പറഞ്ഞു, ജനങ്ങളുടെ ഉന്നത സുഖ സൗകര്യങ്ങളെക്കുറിച്ചും ആഡംബരങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ കരയുന്നത്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, അപ്പോൾ ഈ ദിവസത്തെ നിങ്ങൾ എന്ന് കാണുന്നു? ഈ രൂപത്തിൽ ആഘോഷിക്കാനാണ്. അതായത് ഈ ദിവസത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ആ രൂപത്തിൽ കരഞ്ഞുകൊണ്ട് ആഘോഷിക്കാനാണ് എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് ബഹുമാനപ്പെട്ട
അബു അബ്ബാദിൽ ഖവാസ് റളിയല്ലാഹു പറഞ്ഞത് അത്തബ്സിറ 2-ാം വാല്യം 110-ാമത്തെ പേജിൽ കാണാം. അതുപോലെ ഇതിലെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഈ മഹത്തുക്കളെ പോലത്തെ അബ്ബാദുൽ ഖവാസി പോലത്തെ മഹാന്മാര് അതുപോലെ പെരുന്നാൾ ആഘോഷം ഭയഭക്തിയോടെ, അതുകൂടെ പെരുന്നാൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനെ ആലോചിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ കുറിച്ച് അതായത് റബ്ബിന്റെ റഹ്മത്തും റബ്ബിന്റെ അദാബും എല്ലാം ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ആഘോഷം. ആത്മീയമായിട്ടാകണം നമ്മുടെ ആഘോഷങ്ങളെല്ലാം. ഇതെല്ലാം പാഠം. അതുപോലെ മഹാന്മാർ എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് എന്നെല്ലാം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടുകൂടെ ഇബ്രാഹീമിന് മൂസ റഹ്മത്തുള്ളാഹി പറയുന്നു, ഒരു പെരുന്നാൾ ദിവസം തലപ്പാവും വല്യമൊക്കെ ധരിച്ചിട്ട് ജനങ്ങളെ കണ്ടപ്പോൾ അഷൈഖ് ഫതുഹുൽ മുസ്ലി റഹ്മത്തുള്ളാഹി അലൈഹി സാധുവായ എന്നോട്, അതായത് ഇബ്രാഹിമിന് യൂനുസ് എന്നവർ പറയാണ്, ഇബ്രാഹിമിന് മൂസ എന്നോട് ഫതുഹുൽ മുസ്ലി തങ്ങൾ പറഞ്ഞു, യാ ഇബ്രാഹിം, നാളെ പൊയ്ക്കളൊക്കെ തിന്നാനുള്ള ഈ ശരീരങ്ങളെ ഇതാ നാളെ മഹ്ശറ സഭയിൽ എന്റെ ഇവരെ ശരീരത്തിലും നമ്മുടെ ശരീരത്തിലൊക്കെ വസ്ത്രങ്ങളൊക്കെ എന്താകും, അതെല്ലാം നിർമ്മിപ്പോവല്ലോ. യാ ഇബ്രാഹിം അമാ തറാ സൗബൻ യബ്ലി വജസദൻ യഅകുലുഹു ദൂദു ഗദാ. ഓ ഇബ്രാഹിം, നമ്മൾ അവർ ധരിക്കപ്പെട്ടതായിരിക്കുന്ന വസ്ത്രങ്ങൾ, അതുപോലെ ഇതെല്ലാം പൊയ്ക്കളൊക്കെ തിന്നാനുള്ള നമ്മുടെ ശരീരം, ഇതെല്ലാം ഹൗലായി ഖൗമുൻ ഖദ് അൻഫഖൂ ഖസാഇനുഹും അലാ ബുതൂനിഹിം. هؤلاء قوم قد أنفقوا خزائنهم على بطونهم وظهورهم ويقدمون على ربهم مفاليس. അതായത് നാളെ മഹ്ശറ സഭയിൽ പൊയ്ക്കൾ എല്ലാം നശിപ്പിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങൾ, അതോടുകൂടെ നമ്മുടെ ഖസന മുഴുവനും ഞങ്ങൾ വയറ്റിന് വേണ്ടിയിട്ടും മറ്റും ചെലവാക്കി. പക്ഷേ റബ്ബിന്റെ അടുക്കൽ അങ്ങനെല്ലാം അവർ ചെലവാക്കി, നല്ല എല്ലാം കിട്ടിയ സമ്പത്ത് മുഴുവനും അവർ വയറിന് വേണ്ടിയിട്ടും അതുപോലെയുള്ള വസ്തുക്കൾക്ക് വേണ്ടി മാത്രം ചെലവാക്കി. എന്നാൽ ആഖിറത്തിൽ പോകുമ്പോൾ പാപ്പരായിരിക്കും, നമ്മൾ ഒന്നിനും പറ്റാത്തവരായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹീമിന് മൂസ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത്തബ്സിറ 2-ാം വാല്യം 109-ാമത്തെ പേജിൽ കാണാം. അങ്ങനെ ഏതായാലും മഹത്തുക്കളൊക്കെ ഒരുപാട് പെരുന്നാൾ ആഘോഷിച്ചത് ഒരുപാട് തഖ്വയോടുകൂടെ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ കൽപ്പിക്കുകയാണ്. അതാണ് ഹദീസിൽ വന്നത്. മഹാന്മാരൊക്കെ പഠിപ്പിച്ചു, ഒരാൾ പെരുന്നാൾ ദിവസം സുബിഹിന്റെ ശേഷം 100 പ്രാവശ്യം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം. അങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ അവന്റെ ഏടുകളിലെ ദോഷങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ മായ്ച്ചു കളയും. ലാ യബ്ഖാ മിൻ ദീവാനിഹി ശൈഉൻ മിന ദുനൂബി ഇല്ലാ മുഹയ്യഅൻഹു വയകൂനു യൗമൽ ഖിയാമ ആമിനൻ മിൻ അദാബില്ലാഹ് എന്ന് തുഹ്ഫത്തുൽ ഇഖ്വാനിൽ ബഹുമാനപ്പെട്ട അല്ലാമ ശിഹാബുദ്ദീൻ ഫശ്നി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫത്തുൽ ഇഖ്വാന് രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെരുന്നാൾ ദിവസം ആരെങ്കിലും 400 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 400 പ്രാവശ്യം ചൊല്ലേണ്ടതുണ്ട്. അങ്ങനെ 400 പ്രാവശ്യം ചൊല്ലിയാൽ വലിയ മഹത്വങ്ങളും ദഖായിറുൽ ഇഖ്വാൻ ഫി മവാഇൽ ഷഹർ റമളാൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ 62-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നുണ്ട്. അത് 400 പ്രാവശ്യം ചൊല്ലിയാൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് സവ്വജഹുല്ലാഹു 400 ഹൂറാ, അല്ലാഹു തആല 400 ഹൂറിലിങ്ങളെ കൊണ്ട് അദ്ദേഹത്തിലേക്ക് വിവാഹം ചെയ്തു കൊടുക്കും. അങ്ങനെ ചൊല്ലിയാക്ക് മാത്രമല്ല 400 അടിമകളെ മോചിപ്പിച്ചതുപോലെ അല്ലാഹു തആല ഇവനിക്ക് വേണ്ടി ഒരുപാട് മലക്കുകളെ ഏൽപ്പിക്കുമെന്നും, അങ്ങനെ മാത്രമല്ല ശിഹാബുദ്ദീൻ സുഹൂരി തങ്ങൾ പറയാൻ, എന്ന് മുതൽക്ക് ഞാൻ അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് കേട്ടോ അന്ന് മുതൽക്ക് ഞാൻ ഇതിനെ ഉപേക്ഷിച്ചിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടതിന് ശേഷം ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ദഖായിറുൽ ഇഖ്വാനിൽ അഹ്മദ് ബിൻ സയ്യിദ് ജൂബാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അവിടുത്തെ ദഖായിറുൽ ഇഖ്വാൻ 62-ാമത്തെ പേജിൽ, അതുപോലെ ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അവിടുത്തെ ലത്തായിഫുൽ മആരിഫ് 367 മുതൽ 371-ാമത്തെ പേജ് വരെ വിശദമായി രേഖപ്പെടുത്തുന്നതായി കാണാം. അതുപോലെ 300 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി പെരുന്നാൾ ദിവസം ചൊല്ലിയാൽ, എന്നിട്ട് മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഹദിയ ചെയ്താൽ ആ ഖബറുകളെല്ലാം 1000 പ്രകാശം അല്ലാഹു ഇറക്കുകയും ചെല്ലുന്ന ആൾ മരണപ്പെട്ടാൽ അവന്റെ ഖബറിലും 1000 പ്രകാശം അല്ലാഹു ഇറക്കുമെന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹിയുടെ മുകാശഫത്തുൽ ഖുലൂബിലും അതുപോലെ ശിഹാബുദ്ദീൻ
ഫഷ്നി റഹ്മത്തുള്ളാഹിയുടെ തുഹ്ഫത്തുൽ ഇഖ്വാൻ 285, അതുപോലെ ദഖായിറുൽ ഇഖ്വാൻ 62-ാമത്തെ പേജിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും തക്ബീറുകളെ കൊണ്ട് സയ്യനു അയാദകും ബിത്തക്ബീർ, തബ്രാനി ഇമാം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തതുപോലെ പെരുന്നാളിലെ തക്ബീറുകളെ കൊണ്ടാണ് ഡെക്കറേഷൻ ആക്കേണ്ടത്. അതുപോലെ ഫിത്ര സക്കാത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ചെറിയ പെരുന്നാൾക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ വല്ലതും ഭക്ഷണം കഴിച്ചിട്ട് മധുരമുള്ളതോ അല്ലെങ്കിൽ ഈത്തപ്പഴം മുതലാ ഭക്ഷണം കഴിച്ചിട്ടാണ് പെരുന്നാൾ നിസ്കാരത്തിന് പോകേണ്ടത്. അതേ സ്ഥാനത്ത് വലിയ പെരുന്നാൾ നിസ്കാരത്തിന് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഭക്ഷണം കഴിക്കലാണ് നല്ലത്. അതുപോലെ ഒരു സ്ഥലത്തിൽ കൂടി പോയാൽ തിരിച്ചു വരുമ്പോൾ വേറെ സ്ഥലത്ത് കൂടി വിരല്, അതാണ് സുന്നത്ത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. തുർമുദി ഇമാം റളിയല്ലാഹു അൻഹു 2-ാം വാല്യം 69-ാമത്തെ പേജിൽ വിശദീകരിക്കുകയാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാരൊക്കെ പഠിപ്പിച്ചു തന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സയ്യിനു അയാദകും ബിത്തക്ബീർ, സയ്യിനു അയാദകും ബിത്തക്ബീർ. നമ്മുടെ പെരുന്നാളുകളെല്ലാം തക്ബീറുകളെ കൊണ്ട് ഡെക്കറേഷൻ ആക്കണമെന്ന് ബഹുമാനപ്പെട്ട മഹത്തുക്കളൊക്കെ തബറാനി ഇമാം റളിയല്ലാഹു അൻഹു മുഅ്ജമുസ് സഗീർ 1-ാം വാല്യം 215-ാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മാത്രമല്ല ഹഫ്നി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുന്നു, അതായത് ഹാഷിയത്തുൽ അല്ലാമത്തുൽ ഹഫ്നി അല സിറാജുൽ മുനീർ, ജാമിഉസ് സഗീറിന്റെ ഷറഹ് സിറാജുൽ മുനീറിന്റെ ഹാഷിയയിൽ ഹാഷിയത്തുൽ അല്ലാമ ഹഫ്നി തങ്ങൾ 3-ാം വാല്യം 280-ൽ, അതുപോലെ അബ്ദുൽ ഹമീദ് ഖുദ്സ് റഹ്മത്തുള്ളാഹി അലൈഹി കൻസുൻ നജാഹി വസ്സുറൂർ 260-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. വ അഖല്ലുൽ ഇഹ്യാഇ യഹ്സുലു ബിസ്വലാത്തിൽ ഇശാഇ ഫീ ജമാഅത്തിൻ വൽ അസ്മി അലാ സ്വലാത്തി സുബ്ഹി ഫീഹാ. ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക, സുബ്ഹി നിസ്കരിക്കാൻ ജമാഅത്തായി നിസ്കരിക്കാൻ ഉറച്ച തീരുമാനമെടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രാത്രി ഹയാത്താക്കിയതിന്റെ ചെറിയൊരു ഭാഗം ലഭിക്കും എന്ന് ബഹുമാനപ്പെട്ട ഹഫ്നി ഇമാം പറഞ്ഞത് അബ്ദുൽ ഹമീദ് ഖുദ്സ് തങ്ങൾ അവിടുത്തെ കൻസുൻ നജാഹി 267-ൽ പറയുകയാണ്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലൈസൽ ഈദു ലിമൻ ലബിസൽ ജദീദ വ ഇന്നമൽ ഈദു ലിമൻ ഖാഫൽ വഈദ. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വെറും പുതിയ വസ്ത്രം ധരിക്കുന്നതിന്റെ പേരല്ല. അതോടുകൂടെ ആഖിറത്തിനെ മറക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കുക, അതാണ് പെരുന്നാളുടെ ഉദ്ദേശം എന്നും മഹാന്മാരൊക്കെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ പരിശുദ്ധമായിരിക്കുന്ന പെരുന്നാൾ ദിനം ഉമ്മത്ത് മുഹമ്മദിയാക്ക് വലിയ ഒരു ആമായ മഗ്ഫിറത്ത് ലഭിക്കുന്ന ദിവസമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച റിവായത്ത് അത്തർഗീബ് വത്തർഹീബ് 2-ാം വാല്യം 23-ാമത്തെ പേജിൽ പറയുന്നു. മാത്രമല്ല ഇബ്ലീസിന്റെ വഞ്ചനകൾ ധാരാളം. വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാൻ ലിറബ്ബിഹി കഫൂറാ. ശൈത്വാൻ നന്ദികേടുള്ളവനാണ്, അതുകൊണ്ട് നിങ്ങളെയും വഞ്ചിക്കാൻ അവൻ കൂടുതൽ അധ്വാനിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല മഹാന്മാർ തബ്ദീർ, ഇസ്രാഫ്, അതിന് ഒരുപാട് വ്യത്യാസങ്ങളും എല്ലാം വിശദമായി അവിടുത്തെ മഹത്വായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാർ അല്ലത്തായ നബവിയ്യ പോലത്തെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ച് പറഞ്ഞത് കാണാം. അതോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം നമ്മൾ മറക്കാൻ പാടില്ല. പെരുന്നാളാണെങ്കിലും ഏത് ദിനമാണെങ്കിലും നമുക്ക് ജീവിതത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മൾ മറന്നുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മഹത്തുക്കളായ ആളുകളുടെ പെരുന്നാൾ ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മിസ്ർ റളിയല്ലാഹു അൻഹു 10 വർഷത്തോളം നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദിവസം നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ നഫ്സിനോട് നോക്കിക്കൊണ്ട് പറയാണ്, ഞാൻ നാളെ പെരുന്നാൾ ദിനം നിനക്ക് നല്ല ഭക്ഷണം തരും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്ന് രാത്രി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തിൽ ഫുള്ള് പരിശുദ്ധ ഖുർആൻ ഓതണം. അങ്ങനെ നഫ്സ് എല്ലാ നിലക്കും സഹായിച്ചാൽ നാളെ ഉച്ചക്ക് ഞാൻ പെരുന്നാൾ ഭക്ഷണം നൽകാം എന്ന് മിസ്ർ റളിയല്ലാഹു അൻഹു ഇതാ മനസ്സിനോട് പറയുകയാണ്, സ്വന്തം ശരീരത്തോട് പറയുകയാണ്. പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ഒന്നും കൂടി നഫ്സിനെ പാഠം പഠിപ്പിക്കണം എന്ന നിലക്ക് ഭക്ഷണം കൊടുത്തില്ല. കാരണം ഭക്ഷണം കഴിക്കാൻ നേരത്ത് എന്തോ ഉജുബിന്റെ കാര്യങ്ങൾ വന്നുപോയി, നഫ്സ് വിജയിക്കുന്ന ശൈലി തോന്നിപ്പോയപ്പോൾ അങ്ങനെ നഫ്സ് ഞാൻ വിജയിക്കാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഭക്ഷണം കൊടുത്തില്ല. ആ സമയത്ത് ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വപ്നത്തിലൂടെ വന്നിട്ട് അതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറൻ കസീറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട
ദുന്നൂൻ മിസ്ർ റളിയല്ലാഹു അൻഹു വന്ന് പറയുന്നു, ഒരാൾ വന്ന് പറയുന്നു, ദുന്നൂൻ മിസ്ർ തങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകണം, എന്നിട്ട് പറയണം നഫ്സിനോട് കുറച്ച് സമയം സുലഹാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് പറഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ്. ദുന്നൂൻ മിസ്ർ റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് വെക്കുന്നു. ആ സമയത്ത് ദുന്നൂൻ മിസ്ർ റളിയല്ലാഹു പറയുന്നു, ഞാൻ അനുസരിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ച സംഭവം ഫരീദുദ്ദീൻ അത്വാർ റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ ഔലിയ 1-ാം വാല്യം 117-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് നമ്മുടെ നഫ്സിനെ മാത്രം ഡെക്കറേഷൻ അല്ല, നമ്മുടെ റൂഹിനിക്കും ഡെക്കറേഷൻ വേണം, നമ്മുടെ മനസ്സിനിക്കും ഡെക്കറേഷൻ വേണം. ആ നിലക്ക് നമ്മുടെ മനസ്സുകളെല്ലാം നന്നാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിനം വാതിൽ ബന്ധാക്കിക്കൊണ്ട് വാതിൽ അടിച്ചുകൊണ്ട് ഇതാ പൊട്ടി കരയുകയാണ്. അങ്ങനെ ജനങ്ങൾ കുറെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരയുന്നത് കണ്ടപ്പോ എന്താണ് ഇന്ന് പെരുന്നാൾ ദിനമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹാദാ യൗമുൽ ഈദ് വഹാദാ യൗമുൽ വഈദ്, ഇത് പെരുന്നാൾ ആഘോഷത്തിന്റെ ദിനമാണ്, അതോടുകൂടി ദുഃഖിക്കേണ്ട ദിനമാണ്. ആരുടെ എല്ലാം നോമ്പ് നിസ്കാരം എല്ലാം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഈദാൻ, ആരുടെ എല്ലാം നിസ്കാരം നോമ്പെല്ലാം സ്വീകരിക്കപ്പെട്ടിട്ടില്ല അവർക്ക് വഈദാണ്, പേടിക്കേണ്ട സംഗതി തന്നെയാണ് എന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അനീസുൽ വാഇദീൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല. അവസാനമായി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അനല അദ്രി അമിനൽ മഖ്ബൂലീൻ അമിനൽ മത്റൂദീൻ, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട ആളാണോ അല്ല അല്ലാഹു തആല തള്ളിക്കളയുന്ന ആൾപ്പെട്ട ആളാണോ, മടക്കപ്പെടുന്ന ആളുകളെ കൂട്ടത്തിൽ പെട്ടവനാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം മർകശി റഹ്മത്തുള്ളാഹി ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ സർകശി റഹ്മത്തുള്ളാഹി അലൈഹി അനീസുൽ വാഇലീൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അല്ലാമ ആളമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബയാനുൻ നൂറാനി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ 184-ാമത്തെ പേജിലും വിശദീകരിക്കുന്നു. അതുപോലെ മഹത്തുക്കളൊക്കെ പറയുന്നു. അതുപോലെ ഒരു കുഞ്ഞ് പെരുന്നാളാഘോഷത്തിന് കരയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖത്തോടെ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇതാ കുഞ്ഞിനിക്ക് വസ്ത്രമെല്ലാം കൊടുത്ത് അങ്ങനെ വിശദമായ ചരിത്രം വസാലിമാം റഹ്മത്തുള്ളാഹി മുകാശഫത്തുൽ ഖുലൂബ് 308-ാമത്തെ പേജിൽ പറയുന്നു. അതുപോലെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖിദ്മത്തിൽ പെരുന്നാൾ ദിനമായപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ പെമ്മക്കൾ പറഞ്ഞു, നാളെ പെരുന്നാളാണല്ലോ, നമുക്ക് വസ്ത്രം ധരിക്കണ്ടേ, പുതിയ വസ്ത്രം ധരിക്കണ്ടേ, ഏതാണ് ധരിക്കേണ്ടത്? ആ സമയത്ത് അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ ധരിച്ച വസ്ത്രം തന്നെ അത് കഴുകി വൃത്തിയാക്കുക, നാളെ ധരിക്കുക. ആ സമയത്ത് പെമ്മക്കൾ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട പിതാവേ, നാളെ നമ്മളെ ചങ്ങാഴ്ചകൾ നമ്മളെ കൂടുതൽ ആളുകളൊക്കെ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ ഞങ്ങൾ ഈ പഴയ വസ്ത്രം ധരിക്കുമ്പോൾ അവരെല്ലാവരും പറയില്ലേ, രാജാവിന്റെ അമീറിന്റെ മക്കളായിട്ട് പുതിയ വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് പറയൂലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ, പെരുന്നാൾ ദിനം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനിക്ക് ഇബാദത്ത് എടുക്കുന്ന, അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാനുള്ള ദിനമാണ്. വെറും പുതിയ വസ്ത്രം ധരിക്കുന്നതിന്റെ പേരല്ല. പുതിയ വസ്ത്രം ധരിക്കലൊന്നും നിർബന്ധമല്ലല്ലോ, അതുകൊണ്ട് അതേ വസ്ത്രം ധരിച്ചോളൂ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വീണ്ടും മക്കൾ പറഞ്ഞു, ഞങ്ങളെ ചങ്ങാഴ്ചകൾ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയും ഇങ്ങനെ പറയും. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഖാസിനെ വിളിച്ചുകൊണ്ട്, സമ്പത്തെല്ലാം നോക്കുന്ന, സമ്പത്തിനെല്ലാം കൊട്ടാരത്തിൽ സംരക്ഷിക്കുന്ന ഖാസിനെ വിളിച്ചുകൊണ്ട്, ഖജാൻജിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അടുത്ത മാസത്തിന്റെ ശമ്പളം എനിക്ക് കൊണ്ടുതരണം എന്ന് പറയുമ്പോൾ ആ ഖാസിൻ ചോദിച്ച മറുപടി, അടുത്ത മാസം വരെ നിങ്ങൾ ഹയാത്തുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജസാക്കല്ലാഹു ഖൈറ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഖാസിൻ അവിടെ നിന്ന് പോവുകയാണ്. നല്ല വാക്കാ നീ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഖാസിൻ പോയതിന്റെ ശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പെമ്മക്കളോട് പറയുന്നു, ഓ പെമ്മക്കളെ, മക്കളെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
പൊരുത്തത്തിന് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ വിടണം. അപ്പോഴേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഹാസിൻ പറഞ്ഞ മറുപടി വല്ലാത്തൊരു മറുപടിയാണ്. അടുത്ത മാസത്തിന്റെ ശമ്പളം ഇപ്പോൾ തന്നെ ചോദിച്ചില്ലേ, അടുത്ത മാസം വരെ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മഅദുൽ അഖ്ലാഖ് 1-ാം വാല്യം 258 പേജിൽ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പെരുന്നാൾ ആഘോഷിച്ചിരുന്ന മഹാന്മാര് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഒരു ബൈത്ത്, ഫാർസിയിൽ ഒരു ബൈത്ത് കാണാം. ഹൽക്ക ഗോയത് കേഫറദാർ ഈദ് അസ്ത്, അതായത് ജനങ്ങളൊക്കെ പറയുന്നു നാളെ പെരുന്നാളാണ്, നാളെ പെരുന്നാളാണ്. എന്നാൽ എൻ്റെ യഥാർത്ഥ പെരുന്നാള് ഞാൻ എപ്പോഴാണോ ഈമാൻ സലാമത്തായി ലോകത്തോട് വിട പറയുന്നത് ആ ദിവസമാണ് എൻ്റെ പെരുന്നാള് എന്ന് മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ ശൈഖ് നജീബുദ്ദീൻ മുത്തവക്കിൽ റഹ്മത്തുള്ളാഹി അലൈഹി ഫരീദുദ്ദീൻ ഗഞ്ച് ശക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനും ഖലീഫയാണ്. മഹാനവറുകൾ മുത്തവക്കിലാണ്. 70 വർഷം വരെ മഹാനവറുകൾ സിറ്റിയിലുണ്ടായിരുന്നു. പക്ഷേ പ്രത്യക്ഷമായ ഭക്ഷണമെല്ലാം ഉണ്ട്. പക്ഷേ എന്നിട്ട് പോലും ബഹുമാനപ്പെട്ടവർ എല്ലാ നിലക്കും തവക്കുലുള്ള ആളാണ്. പെരുന്നാൾ ദിവസം അതിഥികൾ വന്ന സംഭവമുണ്ട്. അങ്ങനെ അല്ലാഹു തആല ഭക്ഷണം ഗൈബിയായ നിലക്ക് നജീബുദ്ദീൻ മുത്തവക്കിൽ റഹ്മത്തുള്ളാഹി നൽകിയ സംഭവങ്ങളൊക്കെ നീണ്ടമായ ചരിത്രം അബ്ദുൽ ഹഖ് ദഹലവി റഹ്മത്തുള്ളാഹി അലൈഹി അഖ്ബാറുൽ അഖ്യാറിൽ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട നജീബുദ്ദീൻ മുത്തവക്കിൽ റഹ്മത്തുള്ളാഹി കറാമത്ത് കൊണ്ട് അതിഥികൾക്ക് ഭക്ഷണം ലഭിച്ച സംഭവം വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ട മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് മഹാന്മാരുടെ ആഘോഷിച്ചതുപോലെ നമുക്ക് പരിപൂർണമായി കഴിഞ്ഞിട്ടില്ലെങ്കിലും അല്പമെങ്കിലും മഹാന്മാർ ജീവിച്ചതുപോലെ വകുല്ലു ഖൈറിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർറിൻ ബിബ്തിദാഇ മൻ ഖലഫ്. നമ്മൾ മുൻഗാമികളായ മഹാന്മാരോട് പിൻപറ്റുമ്പോൾ നമുക്ക് സകല ഖൈറുകളും ഉണ്ടാകും. മഹാന്മാരെ ഉപേക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും പുതിയ ആളുകളോട് പിൻപറ്റിയാൽ ബിദ്അത്തുകാരോടോ ക്രിക്കറ്റ് ഖിലാടികളോടോ മറ്റോ ഞങ്ങൾ വെമ്പറ്റിയാൽ നമുക്ക് ഇരുവീട്ടിലും നാശങ്ങളായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ റമളാൻ ഷരീഫ് വിട പറഞ്ഞ് പെരുന്നാൾ നമുക്ക് അള്ളാഹു നൽകുമ്പോൾ ആ നിഅമത്തിനെ നമ്മൾ സഹമത്താക്കരുത്, നിഖ്മത്താക്കരുത്. നമുക്കത് റഹ്മത്താകണം, നിഅമത്താകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, സർവ്വ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു തആല മഗ്ഫിറത്ത് മർഹമത്ത് നൽകട്ടെ. ഖൈറ്, ലുത്ഫ്, ആഫിയത്ത്, സലാമത്ത്, ഇസ്തിഖാമത്ത് നൽകട്ടെ. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു അനുസ്മരണ ദിനം കൂടിയാണ് പെരുന്നാൾ ദിനം. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മയും അവരെയും സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.